അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2024 നവംബർ 30 ഇന്ന് നടന്ന സ്മാർട്ട് സ്കോളർഷിപ്പ് മെയിൻ എക്സാമിൻ്റെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നാം നോക്കുന്നത്. ജനറൽ പാർട്ടാണ്. വേറെ പല ചാനലുകളിലും മറ്റ് ക്ലാസ്സുകൾ ചെയ്തുകൊണ്ട് അവർ മദ്രസയുമായി ബന്ധപ്പെട്ട ക്ലാസ് ഇടുമെന്ന് പ്രതീക്ഷിക്കുക. ഇട്ടിട്ടില്ലെങ്കിൽ ഈ ചാനലിൽ തന്നെ എല്ലാ വിഷയങ്ങളും വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. എന്തെല്ലാം ഈ ആൻസർ കിട്ടാത്തുണ്ടെങ്കിൽ ഒക്കെ എന്ത് ചെയ്യുക, അതിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ശേഷം നമ്മൾ എന്ത് ചെയ്യും, ആൻസർ കിട്ടാത്തല്ല, ആൻസർ കീ കിട്ടാത്ത പേപ്പറുകൾ ഏതെങ്കിലും ആരെങ്കിലും വിട്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, അതിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ ഉടനെ അതിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ 3ാം ക്ലാസ്സിൻ്റെ സ്കൂൾ പാഠഭാഗത്ത് നിന്ന് ചോദിച്ച ചോദ്യങ്ങളും അവകളുടെ ഉത്തരങ്ങളിലേക്കും കിടക്കാം. 31ാമത്തെ ക്വസ്റ്റ്യൻ, മോൾട്ടൺ റോക്സ് ദാറ്റ് കംസ് ഔട്ട് ഡ്യൂറിങ് എ വോൾക്കാനിക് ഇറപ്ഷൻ എന്ന് പറഞ്ഞാൽ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് പുറത്ത് വരുന്ന ഉരുകിയ പാറകൾ ചേർന്നതാണ് ഇതെന്നുള്ളത് ലാവ അല്ലേ. അഗ്നിപർവ്വത സ്ഫോടന സമയത്ത് ഉരുകിയ പാറകൾ ചേർന്നതാണ് ഇതെന്നുള്ളത് ലാവ. ഓപ്ഷൻ ബി ആണ് വരിക, ഓപ്ഷൻ ബി. ഇനി 32ാമത്തെ ക്വസ്റ്റ്യൻ, ആൾട്ടറേഷൻ ഇൻ ദ ലെങ്ത് ഓഫ് ഷാഡോ ഈസ് കോസ്ഡ് ഡ്യൂ ടു എന്ന് പറഞ്ഞാൽ എന്താ, നിഴലുകളുടെ നീളത്തിൽ വ്യതിയാനം സംഭവിക്കുന്നതിന് കാരണം എന്താണെന്നുള്ളതാണ്. അത് എർത്തിൻ്റെ ഭൂമിയുടെ റൊട്ടേഷൻ, ഭൂമിയുടെ ഭ്രമണമാണ് അതിന് കാരണം. ഓപ്ഷൻ സി ആണ് കാരണം കേട്ടോ. 33ാമത്തെ ക്വസ്റ്റ്യൻ, ബ്രൈറ്റസ്റ്റ് പ്ലാനറ്റ് ഇൻ സോളാർ സിസ്റ്റം സൗരയുധത്തിലെ ഏറ്റവും തിളക്കമുള്ള ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള ഗ്രഹം ഏതാണെന്നുള്ളതാണ്. അത് ഏതാണ്? വീനസ് ആണ്. നമ്മുടെ ചാനലിലൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. തിളക്കമുള്ള ഗ്രഹമൊക്കെ ആയിട്ട് ചൂട് കൂടിയതൊക്കെ മുമ്പത്തെ ഒരു വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ 34ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻവെൻറ്റർ ഓഫ് വീഡിയോ ഗെയിം കണ്ടെത്തിയ വ്യക്തി ആരാന്നുള്ളതാണ്. ഇതിന് ഉത്തരം വരുന്നത് റാൽഫ് ബിയർ ആണ്. ഇത് തന്നെ നമ്മൾ കാൾ ബെൻസ് മോട്ടോർ കാർ കണ്ടെത്തിയ ആളാണ്. അതുപോലെ തന്നെ ഹെൻറി മോസ്ലി ആധുനിക പീരിയോഡിക് ടേബിളിൻ്റെ പിതാവാണ്. അവരെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓപ്ഷനിൽ പിന്നെ നമുക്ക് കൊടുക്കാവുന്ന ഒരു ഓപ്ഷൻ തന്നെ ഉള്ളൂ. എന്തായാലും ഇതിന് ഉത്തരം കേട്ടോ റാൽഫ് ബിയർ എന്ന വ്യക്തിയാണ് വീഡിയോ ഗെയിം കണ്ടെത്തി. അങ്ങനെ ഉത്തരത്തിലേക്ക് ഓപ്ഷൻ ആയതുകൊണ്ട് അങ്ങനെ ഉത്തരം കണ്ടെത്താം. അപ്പോൾ നമ്മുടെ ചാനലിൽ മുമ്പിട്ട് വീഡിയോസൊക്കെ വേറെ പല സ്കോളർഷിപ്പിനും പല ആളുകൾക്ക് പല ഉപകാരമുണ്ട് പലരും പറഞ്ഞവരുണ്ട്. അപ്പോൾ ആ രൂപത്തിലൊക്കെ എന്ത് ചെയ്യുക, നിരന്തരം ക്വസ്റ്റ്യനുകൾ നമ്മുടെ ചാനലിനായിക്കോണമെന്നില്ല, വേറെ പല ചാനലുകളിലും അതുപോലെ തന്നെ വായനയിലൂടെ ബുക്കുകൾ വായിച്ചു കൊണ്ടൊക്കെ എന്ത് ചെയ്യുക, നിരന്തരം ക്വസ്റ്റ്യനുകൾ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ചിലപ്പോൾ നമുക്ക് അറിയാത്ത ഉത്തരം പോലും കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഇതൊക്കെ ഈ ക്വസ്റ്റ്യൻ, ഇപ്പോൾ 34ാമത്തെ ക്വസ്റ്റ്യന് ഞാനിപ്പോൾ തൊട്ട് മുമ്പ് വിട്ട ഒരു വീഡിയോത്തിൽ ഈ മറ്റുള്ള കണ്ടുപിടുത്തമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹെൻറി മോയ്സിൻ്റെയും കാൾ ബെൻസിൻ്റെയും കണ്ടുപിടുത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഉത്തരമായിട്ട് വരുന്നത് റാൽഫ് ബിയർ ആണ്. ഇനി 35ാമത്തെ ക്വസ്റ്റ്യൻ, ദ പ്രൈം മിനിസ്റ്റർ ഹോസ്റ്റ് നാഷണൽ ഫ്ലാഗ് ഓൺ ഇൻഡിപെൻഡൻസ് ഡേ സ്വതന്ത്ര ദിനത്തിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്നത് എവിടെ വെച്ചിട്ടാണ്? റെഡ് ഫോർട്ടിൽ വെച്ചിട്ടാണ് അല്ലേ. ഓപ്ഷൻ എ ആണ്. റെഡ് ഫോർട്ടിൽ വെച്ചിട്ടാണ് പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്നത്. ഇനി 36ാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബിൽഡിങ്സ് ആൻഡ് മോണുമെൻറ്റ്സ് ആർ ദ പാർട്ട് ഓഫ് അവർ വിവിധ തരത്തിലുള്ള കെട്ടിടങ്ങളും സ്മാരകങ്ങളും നമ്മുടെ എന്തിൻ്റെ ഭാഗമാണ്? നമ്മുടെ പൈതൃകത്തിൻ്റെ ഭാഗമാണ് അല്ലേ. എല്ലാവർക്കും അറിയാം, നമ്മുടെ പൈതൃകത്തിൻ്റെ ഭാഗമാണ്. ഓപ്ഷൻ ഡി ആണ് വരിക. അടുത്തത് 37ാമത്തെ ക്വസ്റ്റ്യൻ, ഹു സെഡ് സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൾ ഹാവ് ഇറ്റ് സ്വരാജ് എൻ്റെ ജന്മാവകാശമാണ്, എനിക്കത് ലഭിക്കും എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഞാനത് നേടിയെടുക്കുക തന്നെ ചെയ്യും എന്നാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പരിഭാഷ പറയാറുള്ളത്. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടിയെടുക്കുക തന്നെ ചെയ്യും. എനിക്കത് ലഭിക്കും എന്ന് പറഞ്ഞാൽ നേടിയെടുത്താൽ എന്തായാലും ലഭിക്കുമല്ലോ. അതിൻ്റെ വിവക്ഷീകരണം കൊടുത്തിട്ടുണ്ടാവും ഉദ്ദേശിക്കുന്നു കേട്ടോ. ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ്. ബാലഗംഗാധര തിലകൻ്റെ വാക്കാണത് കേട്ടോ. 38ാമത്തെ ക്വസ്റ്റ്യൻ, എയർ പൊല്യൂഷൻ കോസസ് വായു മലിനീകരണം കാരണമാകുന്നു. എന്തിന് കാരണമാകുന്നു? ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്നു എയർ പൊല്യൂഷൻ അല്ലേ, ആഗോളതാപനം. ഇനി 39ാമത്തെ ക്വസ്റ്റ്യൻ, നാഷണൽ ചൈൽഡ് റൈറ്റ് കമ്മീഷൻ ചെയർമാൻ ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ എ പ്രിയങ്ക് കനുഗോയാണ്. പ്രിയങ്ക് കനുഗോ. 40ാമത്തെ ക്വസ്റ്റ്യൻ, ഷുഗർ പ്രസൻറ്റ് ഇൻ മിൽക്ക് പാലിൽ അടങ്ങിയ പഞ്ചസാര ഏതാണ്? ലാക്ടോസ് ആണ് കേട്ടോ. ആസിഡ് തൈരിലൊക്കെ അടങ്ങിയ ആസിഡ് ലാക്റ്റിക് ആസിഡാണ് നമുക്കറിയാം.
ഫ്രാക്ടോസൊക്കെ പഴങ്ങളിലുള്ള പഞ്ചസാരയാണ്. സുക്രോസ് നമ്മൾ സാധാരണ കരിമ്പിലൊക്കെ ഉള്ള പഞ്ചസാരയാണ്. ഗ്ലൂക്കോസ് പിന്നെ എല്ലാവർക്കും അറിയാം, നമ്മുടെ ശരീരത്തിൽ ഭക്ഷണമൊക്കെ ആയിട്ട് മാറുമ്പോൾ ഗ്ലൂക്കോസായിട്ട് അങ്ങനെയുണ്ട് കേട്ടോ. അന്നജത്തിലൊക്കെ അടങ്ങിയത് ഗ്ലൂക്കോസ് എന്നൊക്കെ പറയാം. 42ാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ ഈസ് നോൺ ആസ് പയ്യോളി എക്സ്പ്രസ്. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് ആരാണ്? പി ടി ഉഷയാണ്. പി ടി ഉഷ ഇപ്പോൾ അടുത്ത് വളരെ പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ്. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുകയും പിന്നീട് അതിന് ശേഷം ഒളിമ്പിക്സ് കമ്മിറ്റി ചെയർമാൻ ആക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ രാജ്യസഭയുടെ ഉപാധ്യക്ഷ പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ ആനുകാലികമായിട്ട് പ്രാധാന്യമുള്ള വ്യക്തിയാണ് പി ടി ഉഷ. അപ്പോൾ നമ്മുടെ ഉത്തരം പയ്യോളി എക്സ്പ്രസ് അറിയപ്പെടുന്നത് പി ടി ഉഷയാണ്. 43ാമത്തെ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷാണ്. സെലക്ട് ദ പ്രൊനൗൺ. പ്രൊനൗണ് തിരഞ്ഞെടുക്കുക. സർവനാമം, ശരിയായ സർവനാമം എന്താണ്? ഡാഷ് ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം ഐൻ്റെ കൂടെ അയാമെന്ന് പറയാം. അപ്പോൾ ഇത് തെറ്റാ, ഐ വരില്ല. വി ആണെങ്കിൽ ആറാ വരിക. പിന്നെ ഇവിടെ സബ്ജക്റ്റീവ് പ്രയോഗം ആയതുകൊണ്ട് ഹെർ വരില്ല. ഹെർ ഒബ്ജക്റ്റീവ് പ്രയോഗമാണ്. തുറക്കത്തിന് വരുമ്പോൾ സബ്ജക്റ്റീവായിട്ട് ഷീ ആണ് വരുള്ളൂ. അപ്പോൾ ഓപ്ഷൻ ഷീ ആണ് ഉത്തരം വരിക. ഷീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്നേ വരുള്ളൂ കേട്ടോ. 44ാമത്തെ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ നൗൺ. നൗൺ എന്ത് ചെയ്യുക? ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ദിസ് ഈസ് എ ബ്ലൂ പെൻസിൽ. ഇതൊരു നീല പേനയാണ്. ഇവിടെ അത് അഡ്ജക്റ്റീവ് അല്ല, നൗണായിട്ട് വരുന്നത് പെൻസിൽ എന്നാണ് നൗണായിട്ട് വരുന്നത് കേട്ടോ. 45ാമത്തെ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ വേർബ്. ദ ഡോഗ് ബാക്സ് ലൗഡ്ലി. നാഴ ലൗഡിൽ ഉറക്കനെ എന്താവുന്നു? കുരക്കുന്നു. ഇവിടെ കുരക്കുക എന്നുള്ളതാണല്ലോ വേർബ്, പ്രവൃത്തിയാണല്ലോ അല്ലേ? വേർഡ് ദാറ്റ് ഇൻഡെക്സ് ആൻഡ് ആക്ഷൻ ആണല്ലോ വേർബ് പറഞ്ഞാൽ. ഇവിടെ ആക്ഷനെ കാണിക്കുന്ന ഒരു പ്രവൃത്തി കാണിക്കുന്ന കുരക്കുക എന്നൊരു പ്രവൃത്തിയുള്ളൂ അല്ലേ? ശരി. 46ാമത്തെ ക്വസ്റ്റ്യൻ, സെലക്ട് ദ കറക്റ്റ് ഫോം ഓഫ് ദ വേർബ്. ഷീ ഡാഷ് ഹെർ ഹോംവർക്ക് എവരി ഡേ. എവരി വീക്ക് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പല സ്ഥലത്തും ക്ലാസ് എടുക്കാൻ പോയപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത്തരം പ്രയോഗങ്ങൾ പറഞ്ഞാൽ സിമ്പിൾ പ്രസൻ്റ് ആണ്. സിമ്പിൾ പ്രസൻറ്റിൽ ഇവിടെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ എന്താവണം? ഇവിടെ ഡസ് കൊടുക്കണം അല്ലേ? എസ് വരും. അപ്പോൾ ഡസ്സാണ് വരിക കേട്ടോ. നിനക്ക് വെർബിൻ്റെ കൂടെ എസ് ഉണ്ട്, അല്ലെങ്കിൽ ഡസ്സാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഡു ഓർ ഡിഡ് ഇതുണ്ടല്ലോ, അതിൽ ഡസ്സിൻ്റെ പ്രയോഗമാണ് വരിക കേട്ടോ. അപ്പോൾ അതാണ് വരിക. ഇനി 47ാമത്തെ ക്വസ്റ്റ്യൻ ഒരു മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യനാണ്. സിമ്പിൾ ക്വസ്റ്റ്യനാണ്. കണ്ട വലിയൊരു പ്രയാസമുള്ള ക്വസ്റ്റ്യനായി തോന്നും, പക്ഷേ അത്ര വലിയ പ്രയാസമുള്ള ക്വസ്റ്റ്യനൊന്നുമല്ല. ക്വസ്റ്റ്യനിലേക്ക് ശ്രദ്ധിക്കാം നമുക്ക്. ദർ ആർ 6 pairs ഓഫ് ഗോൾഡ് ഫിഷ്. ഗോൾഡ് ഫിഷ്, അതായത് ഗോൾഡ് ഫിഷ് എത്ര ജോഡിയുള്ളത്? 6 ജോഡി. 6 ജോഡി പറഞ്ഞാൽ 12 എണ്ണം ഉണ്ടാവുക കേട്ടോ. 6 ജോഡി പറഞ്ഞാൽ 12 എണ്ണം. ഓക്കെ. ദർ ആർ 6 pairs ഓഫ് ഗോൾഡ് ഫിഷ് ആൻഡ് 8 pairs ഓഫ് സ്റ്റാർ ഫിഷ്. എത്ര പെയർ സ്റ്റാർ ഫിഷ് ഉള്ളത്? സ്റ്റാർ ഫിഷ് ഉള്ളത് 8 പെയറാണ്. 8 പെയർ. അപ്പോൾ 8 പെയർ എന്ന് പറയുമ്പോൾ എത്ര എണ്ണം വരും? 16 എണ്ണം വരും അല്ലേ? ഒരു ജോഡി പറഞ്ഞാൽ 2 എണ്ണം അല്ലല്ലോ. കുറച്ച് സിമ്പിളായി. ഇന്ന ഒരു ടാങ്കിൽ ഈ 3 ഗോൾഡ് ഫിഷും അതുപോലെ തന്നെ 5 സ്റ്റാർ ഫിഷും എന്ത് ഡൈ ആയി. 3 ഗോൾഡ് ഫിഷ് ഡൈ ആകുമ്പോൾ ഈ 12 3 പോയാൽ പിന്നെ ഇത് എത്ര വരും? ഇത് 9 വരും. ഓക്കെ. അതുപോലെ തന്നെ സ്റ്റാർ ഫിഷിന് 5 ഡൈ ആയത്, അപ്പോൾ പിന്നെ ഇത് 11 വരും. ഓക്കെ. സ്റ്റാർ ഫിഷ് 11 വരും. സ്റ്റാർ ഫിഷ് 11 ഉണ്ട്, ഗോൾഡ് ഫിഷ് 9 ഉണ്ട്. ചോദ്യം എന്താ? ദെൻ ഹൗ മെനി മോർ സ്റ്റാർ ഫിഷ് ദാൻ ഗോൾഡ് ഫിഷ്. ഗോൾഡ് ഫിഷിനേക്കാൾ എത്ര സ്റ്റാർ ഫിഷാണ് കൂടുതലുണ്ടാവുക? 9ഉം 11 എത്ര വ്യത്യാസം നോക്കിയാൽ മനസ്സിലായിക്കൂടെ? ഓപ്ഷൻ എ ആണ് വരും. 2 എണ്ണം വ്യത്യാസം വരും കേട്ടോ. ഇനി അടുത്ത 48ാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഓഡ് വൺ. ഒറ്റപ്പെട്ടത് എന്ത് ചെയ്യുക? തിരഞ്ഞെടുക്കാനുള്ള ക്വസ്റ്റ്യനാണ്. ഒറ്റപ്പെട്ടത് ഏതാണെന്ന് എന്ത് ചെയ്യുക? തിരഞ്ഞെടുക്കുക കേട്ടോ. നോക്കാം. 3, 6, 9 അല്ലേ? 3ൻ്റെ ഗുണിതായിട്ട് വരും. 3ൻ്റെ പട്ടികയിലേക്ക് നമുക്ക് മനസ്സിലാവും. 3, 6, 9. 6ൻ്റെ പട്ടിക നോക്കുമ്പോൾ 6, 12, 18 അങ്ങനെ വരും. ഇനി 5ൻ്റെ പട്ടികയിൽ വരുന്നതാണ് 30, 35, 30, 25. 5ൻ്റെ പട്ടികയിൽ വരുന്നതാണ്. പക്ഷേ ഈ 11, 12, 13 ഓർഡർ നമ്പർ കൊടുത്താണ്. അതൊരു പ്രത്യേക പട്ടികയിൽ വരുന്ന സംഖ്യയൊന്നുമല്ല. അപ്പോൾ അവിടെ ഉത്തരമായിട്ട് വരാൻ സാധ്യത ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഇനി 49ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ നമ്പർ ഓൺ 4th ഷർട്ട് ടു ദ ലെഫ്റ്റ് ഓഫ് 3rd ജെയ്സി ഫ്രം ദ റൈറ്റ് എൻഡ്. വലത് പക്ഷം എന്ന് പറഞ്ഞാൽ ഈ പക്ഷമാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിന്ന് മൂന്നാമത്തെ, വലത് വറ്റത്ത് നിന്ന് മൂന്നാമത്തെ ജെയ്സി ഈ 2 വരുന്ന ജെയ്സി വരും അല്ലേ? മൂന്നാമത്തെ ജെയ്സിയുടെ
വലത്തുവശത്തുള്ള 4ാമത്തെ ഷർട്ടിൻ്റെ നമ്പർ. ഇടതുവശത്തുള്ള 4ാമത്തെ 1 ഇത് വരും. ഇതിന് ഇടതുവശം തന്നെ ഇങ്ങോട്ടല്ലേ വരാം. 1 വരും, 2 വരും, 3 വരും, 4 വരും, 9 ഉത്തരമായിട്ട് വരിക. ശരി. 50ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മിസ്സിംഗ് നമ്പർ? വിട്ടുപോയ സംഖ്യ എഴുതാനുള്ളതാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. അത് കൂട്ടിയിട്ട് എഴുതാണ്. 17 + 9 26 വരും. പിന്നെ 24 കൂടി കൂട്ടുമ്പോൾ നമ്മൾ മുകളിൽ കാണുന്ന 50 ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഓപ്ഷൻ സി ആയിട്ട് വരും. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. നല്ലവണ്ണം പഠിച്ചവർക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇനി എന്തെങ്കിലും മറ്റ് ക്ലാസ്സുകളുടെ ആൻസർ കീ ഒക്കെ താല്പര്യമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇവരെ മദ്രസിൻ്റെ ആൻസർ കീ അതിന് ചാനലിലൊക്കെ വന്നിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇവിടെ തന്നെ കിട്ടിയിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ഇൻഷാല്ലാ പെട്ടെന്ന് ചെയ്യും, അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.